കേരളത്തിൽ എല്ലായിടത്തും വന്യമൃഗശല്യം അടുത്ത കാലത്ത് ഭയങ്കരമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം പലരും പല വഴിയും നോക്കിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിലൊരു ശാശ്വത പരിഹാരം ഈ കാണുന്ന സംഭവമാണ് ഇലക്ട്രിക് ഫെൻസിങ്. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫെൻസിങ് 100% വിജയമായിട്ടുള്ളൊരു സംഭവമാണ്. ഞാനിത് ആക്ച്വലി ചെയ്യാനായിട്ടിരുന്നതല്ല. ഫെയർ ട്രേഡ് എന്ന് പറയുന്ന സംഘടന ശരിക്കും ഇത് തന്നതാണ്. അതൊരു നിമിത്തമായി, അതുകൊണ്ട് ഞാനത് ചെയ്തു. അത് വളരെ വിജയകരമായിട്ട് പോകുന്നു. ഇപ്പോൾ 8-9 വർഷത്തോളമായി ഇത് ചെയ്തിട്ട് ഇന്ന് വരെ. അതിനു മുമ്പ് ഇവിടെ പന്നിശല്യം അതിഭയങ്കരമായിരുന്നു. അതിനുശേഷം എനിക്കൊരു കപ്പ, ചേന അങ്ങനത്തെ ഒരു സാധനം പന്നി കൊണ്ടുപോകുന്ന കൃഷികളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. അപ്പോൾ ഇത് ഫെൻസ് ചെയ്തതിന് ശേഷം ഒരു എലി അതുപോലത്തെ സാധനങ്ങളുടെ ഉപദ്രവം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളതല്ലാതെ കാട്ടുമൃഗശല്യം കൊണ്ട് ഒരു സാധനം പോലും ഇതുവരെയായിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് ഡയറക്റ്റ് ഇതിലേക്ക് ലൈനിൽ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇത് ഒരു ബാറ്ററിയിലേക്ക്, ഒരു വണ്ടിയുടെ കാറിൻ്റെ ഒരു ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്നു. ആ ചാർജ് ചെയ്തിട്ട് അതിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് ഒരു എനർജൈസർ വെച്ച് അതിനെ ത്രൂ ഔട്ട് കറണ്ട് വിടുവല്ല, ഓരോ പൾസായിട്ട് പോകുന്നു. അതായത് ആ പൾസ് നമുക്ക് സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. അതിൻ്റെ വോൾട്ടേജും സ്പീഡും കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാനായിട്ട് സംവിധാനമുണ്ട്. അതുകൊണ്ട് കറണ്ട് പോയി കഴിഞ്ഞാലൊന്നും 1 ദിവസം 2 ദിവസമൊന്നും പ്രശ്നമല്ല. നിസ്സാരം ഒരു കാർ ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന കറണ്ട് മാത്രം മതി. അതിന് ചാർജ് ചെയ്യാനുള്ള സംവിധാനവും ബാറ്ററിയും എല്ലാം എനർജൈസറും എല്ലാം അടക്കമാണ് ഈ സംഭവം നമുക്ക് കിട്ടുന്നത്. ഇത് ബാറ്ററിയിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സമയം ചാർജ് ചെയ്യുകയും അതിൽ നിന്ന് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് 1-2 ദിവസം ഇത് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണേലും മൃഗത്തിനാണേലും ജീവഹാനി സംഭവിക്കുകയില്ല. അത് തുടർച്ചയായിട്ട് കറണ്ടില്ല, ഓരോ പൾസ് വരുന്നത് കൊണ്ട് അത് 1 സെക്കൻഡിൽ വരുന്നു, 1 സെക്കൻഡിൽ ഇല്ലാതിരിക്കുന്നു. അപ്പം വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് എന്തെങ്കിലും ഒരു ജീവനുള്ള വസ്തു அதை തൊട്ട് കഴിഞ്ഞാൽ അടിച്ച് തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു സാധനത്തിന് മരണം സംഭവിക്കും. ഈ കാണുന്നതാണ് അതിൻ്റെ മെഷീനറികൾ. ഇത് പ്ലഗ് ചെയ്തിരിക്കുന്നു. ഇത് ചാർജറാണ്. ഈ ചാർജറിൽ നിന്ന് ഇതാ ബാറ്ററി ഇരിക്കുന്നു. ബാറ്ററി ചാർജ് ചെയ്യുന്നു. ആ ബാറ്ററി എന്ന് ഇതിലേക്ക് കണക്ഷൻ, ഈ ബാറ്ററി എന്ന കണക്ഷൻ വരുന്നത് എനർജൈസറിലേക്കാണ്. എനർജൈസറിൽ നിന്ന് പുറത്തേക്ക് ഔട്ട് പോകുന്ന കറണ്ടാണ് നമ്മൾ ലൈനിലേക്ക് കൊടുക്കുന്നത്. പ്ലഗ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ബാറ്ററി ചാർജ് ആവുന്നു. ഇത് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പുറത്തേക്ക് പോകുന്നു. ഇതിപ്പോൾ ഓൺ ചെയ്തു. ഈ ഒരു ലൈറ്റ് കാണുന്നതാണ് അതിൻ്റെ ഒരു പൾസ് പോകുന്നത്. അതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കുറച്ചുകൂടെ സ്പീഡിലായി. സാധനത്തിൽ 1-2 പ്രാവശ്യം തൊട്ട സാധനം പിന്നെ ഒരിക്കലും വരികയില്ല. ഒരു അടി കിട്ടിയ പന്നിയോ അല്ലെങ്കിൽ ഒരു മൃഗമോ പിന്നെ ഒരിക്കലും അതിൻ്റെ അടുത്ത് വരികയില്ല. പിന്നെ ഇത് വോൾട്ടേജ് കൂട്ടാനും കുറച്ചുകൂടെ കൂടിയ വോൾട്ടേജ് ലൈനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടി വെക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെക്കുക. ഞാനിപ്പോൾ ഒരു മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്, കാരണം ബാറ്ററിക്ക് കുറച്ചുകൂടെ നമുക്ക് ബാക്കപ്പ് കിട്ടും. ഇത് പല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആദ്യം ഇത് കമ്പുകളും, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് വിജയമാകുമോ, എന്താകും, ഒരാകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പരീക്ഷിക്കാം എന്നുള്ള രീതിക്ക് ആദ്യം കാട്ടുകമ്പും അങ്ങനത്തെ സാധനം എല്ലാം കൂടെ വെച്ചിട്ട് 1 വർഷം ഇട്ടു. അപ്പോൾ അത് വളരെ സക്സസ് ആയിരുന്നു. അപ്പോൾ അതിന് മെയിൻ്റനൻസ് കൂടുതൽ വരുന്നു. എല്ലാ വർഷവും ഇതിൻ്റെ താങ്ങുകാലുകളെല്ലാം മാറ്റിയിടണം. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരമായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം, 1.5 ഇഞ്ചിൻ്റെ ഏറ്റവും തിക്നെസ് കുറഞ്ഞ PVC പൈപ്പ് വാങ്ങുക. 1 ഇഞ്ചായാലും മതി. 1.5 ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ സേഫ് ആയതുകൊണ്ട് 1.5 ഇഞ്ചിൻ്റെ ഏറ്റവും തിക്നെസ് കുറഞ്ഞ പൈപ്പ് വാങ്ങി അതിൻ്റെ അകത്ത് 10:1 എന്നുള്ള രീതിയിൽ വളരെ ചെറിയ രീതിയിൽ സിമെൻറ്റ് ചേർത്തിട്ട് ഒരു സിമെൻറ്റും മണലും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഫില്ല് ചെയ്തു. അതിനു മുമ്പ് അതിനകത്തൊരു ഒരു ഹോളുണ്ടാക്കിയിട്ട് ഒരു 1 അടി അല്ലെങ്കിൽ 3/4 അടി നീളമുള്ള ഒരു വയറിംഗ് പൈപ്പ് അതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇതിവിടെ എർത്താവും. ഇതിനോട് ചേർത്ത് ഇവിടെ വരെ ഈ പൈപ്പ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിവിടുന്ന് എർത്താവാൻ സാധ്യതയുണ്ട്. മഴക്കാലത്ത് ഇവിടെ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേനും ഈ ഇതിൽ കൂടെ ഈ തൂണെ കൂടെ അത് എർത്തായിപ്പോവും. അപ്പോൾ ഒരു 1/2 അടി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എർത്താവുകയില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്തൂടെ തുളച്ചൊരു പൈപ്പ് കയറ്റിയിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ വെച്ച് കിട്ടിയാൽ മതി, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ അകത്തൂടെ ഇതങ്ങോട്ട് GIയുടെ വയറ് വലിച്ചെടുക്കുന്നു. അതവിടെ നിന്നോളും. ഇത് ഒന്ന് പെയിൻറ്റ് ചെയ്തും കൂടെ ഇടുവാണെങ്കിൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യും. ഇതിനാപ്പാടെ മെയിൻ്റനൻസ് നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ പുല്ല്
വള്ളി അതുപോലെയുള്ള സാധനങ്ങൾ മുട്ടിയിട്ട് എർത്തായി പോകാതെ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റ് ഒരു മെയിൻ്റനൻസും ഇല്ല. നമുക്ക് അതുപോലെ എർത്താവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാകും. അവിടെ കണ്ട ആ എനർജൈസറിൽ നിന്ന് അതിൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസം വരും. അത് വന്നു കഴിയുമ്പം നമുക്ക് എർത്തായി പോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവും. പിറ്റേ ദിവസം തന്നെ അത് ക്ലിയർ ചെയ്യുക. അത് എർത്തായി പോയി അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും സാധനം, മരം അല്ലെങ്കിൽ വാഴ എന്തെങ്കിലും വീണ് കടന്നു കഴിഞ്ഞാൽ അന്ന് കാട്ടുപന്നി വന്നു കഴിഞ്ഞാൽ കയറാൻ സാധ്യതയുണ്ട്. അതേ ഉള്ള അതിൻ്റെ അകത്തെ റിസ്ക്. ഏതെങ്കിലും ഒരു മൃഗം ഒരിക്കൽ ഇതിൽ വന്ന് തൊട്ട് കഴിഞ്ഞാൽ നല്ല ഹൈ വോൾട്ടേജിലാണ് ഈ സാധനം വരുന്നത്. അതുകൊണ്ട് ഇവൻ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയല്ലേ കറണ്ടടിച്ച എഫക്റ്റ് എന്ന്, അത് ശരിക്കും അവനങ്ങ് ഫീൽ ചെയ്യും. അവന് പിന്നെ അതിൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ആ ഭാഗത്ത് വരികയല്ലത്. പ്രത്യേകിച്ച് പന്നി ആ ഏറ്റവും ശല്യക്കാരന്. പന്നി ഒരിക്കൽ അടി മേടിച്ച് പോയ പന്നി ഒരിക്കലും ഇവിടെ വരികയില്ല. ഞാനിപ്പോൾ ഇത് ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നമുക്ക് ആവശ്യത്തിനുള്ള സ്ഥലത്തിന്. കാരണം മെയിൻ്റനൻസ് തന്നെയാണ് അതിൻ്റെ അകത്തെ കാര്യം. വലിയ ഏരിയയിൽ ഇത് 10 ഏക്കർ വരെ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് അത് കമ്പി കൂടുതൽ വലിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൂടുതൽ സ്ഥലം മെയിൻ്റനൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രം കപ്പ, ചേന, അതുപോലെ നമ്മൾ നടുതല എന്ന് പറയുന്ന സാധനം മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് റബ്ബറിൻ്റെ അകത്തൂടെയൊക്കെ പന്നി പോയാൽ പോകട്ടെ എന്നുള്ള രീതിക്ക് അങ്ങ് വിട്ടേക്കുവാണ്. ഇത് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് 8 വർഷമായി. 8 വർഷത്തിനകത്ത് ആകെപ്പാടെ വന്നിരിക്കുന്ന ഒരു മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാറ്ററി മാറി വെക്കേണ്ടി വന്നു. മറ്റൊന്നും വന്നിട്ടില്ല. പന്നി ശല്യം കാരണം ഈ കപ്പ, ചേന അങ്ങനത്തെ ഒരു സാധനവും കിട്ടിയിട്ടില്ല. അതിനുശേഷം എലി കൊണ്ടുപോയതല്ലാതെ ഒരു പന്നിയും ഒരു കപ്പയും ചേനയും ഒന്നും കൊണ്ടുപോയിട്ടില്ല. ആ കാര്യത്തിൽ 100% എനിക്ക് വിജയമാണ് എന്നെ സംബന്ധിച്ച്.